എന്റെ മോനെ എന്താ ലുക്ക് നോക്ക്, കാണാൻ എന്താ രസാ നോക്ക്. ഇതിന്റെ അപ്പുറത്ത് ഒരു വണ്ടിയും വരത്തില്ല. ഇതിനു മുമ്പ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ എക്സ്ട്രീമിന്റെ ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഈ 125R എന്താണെന്ന് ഇന്ന് വീഡിയോയിൽ പറയും. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന സ്പ്രിന്റ് EBT എന്താണെന്നുള്ളതും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയും. ഈ എഞ്ചിനൊക്കെ വളരെ കൂളാണ് കേട്ടാ. എഞ്ചിനൊക്കെ ചൂടാക്കുന്ന നിമിഷം നേരണ്ടാ തണുക്കണേ, പെട്ടെന്ന് അട്ടക്കട്ടക്കാമ തണുത്ത് പറഞ്ഞത്. കിടിലം നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. അടിപൊളി വണ്ടിയാണ്. ഞാൻ പറഞ്ഞത് എല്ലാം നല്ല ഷാർപ്പായിട്ടാണ് ഈ വണ്ടി കൊടുത്തേക്കുന്നത്. ഏകദേശം 7 അടിയോളം നീളമുണ്ട് ഈ വണ്ടിക്ക്. 7 അടിയോളം നീളമുണ്ട്. അത് വണ്ടി നല്ല വെയിറ്റ് ആണ്. ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടു വണ്ടിക്ക് വെയിറ്റ് തീരെ കുറച്ചാ ഉണ്ടാക്കുക. വെറുതെയാണ്. അത് ആര് പറഞ്ഞാലും തെറ്റാണ്. നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. നമ്മുടെ കയ്യിൽ നിന്ന് ഉരുട്ടുമ്പോൾ തന്നെ വണ്ടി നല്ല വെയിറ്റ് ഉണ്ട്. രണ്ട് സൈഡോട് ചായാറുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. അതൊരു നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നോക്കി, ഞാൻ പറഞ്ഞ എല്ലാം ഷാർപ്പായിട്ടാ ചെയ്തിരിക്കുന്നത്. ABS ഒക്കെ നല്ല സെറ്റാണ് ഇതിന്റെ. അതുപോലെ തന്നെ ചെയിൻ കവർ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മഹാൻ നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇട്ടത്. ചെയിൻ കവറിൽ ഇറക്കിയിരിക്കുന്നത് ആരാ പറയുന്നത്? പ്ലാസ്റ്റിക്കിന്റെ ചെയിൻ കവറാണ്. സാധാരണ മെറ്റലും അല്ല. വെള്ളം അഴുക്ക് വെള്ളം വീണ് തുരുമ്പെടുത്ത് പോകുന്ന പറഞ്ഞ് പേടിക്കുന്നു വേണ്ട. പ്ലാസ്റ്റിക്കിന്റെ വലിയ വിലയൊന്നുമില്ല അതിന്. ചെയിൻ കവർ അത് ചെയിൻ കവർ ഉള്ളോട് തന്നെയാണ് ഇറക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സീറ്റൊക്കെ കണ്ടോ? ഈ സീറ്റ് ഇങ്ങനെയുള്ള സീറ്റ് എടുക്കുന്നതായിരിക്കും കൂടുതൽ. 2 ടൈപ്പ് ഇറങ്ങുന്നുണ്ട്. ഈ സീറ്റാണ് കുറെ കൂടെ നല്ലത്. എന്താ ഭംഗി എന്ന് പറയാം, നമുക്ക് രാജകീയമായ യാത്ര ഇതിനകത്തിരുന്നത് നമുക്ക് പോകുമ്പോൾ ഒരു വലിയൊരു യുദ്ധവിമാനത്തിൽ പോകുന്ന പോലെയാണ്. ഒരു രാജകീയം. ഞാൻ എല്ലാ വാഹനവും ഓടിച്ചിട്ടുള്ള അതിന് തൊട്ടടുത്തൊരു വണ്ടി കാണാം, ഡിയോ ഇരിക്കുന്ന കാണാം. ഞാൻ ആ വണ്ടി എന്റെ വണ്ടിയാണത്. അതുപോലെ എല്ലാ വണ്ടികളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ സെറ്റപ്പ് വണ്ടി നമ്മളൊരു രാജാവിനെ പോലെയാണ് പോകണം കേട്ടോ, ഉള്ളാൻ തുറന്നു പറയാൻ. അതുപോലെ നമുക്ക് ആ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കംഫോർട്ടാണ്. മൂങ്ങയുടെ മുഖം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു മൂങ്ങയുടെ ഫേസ് ഇതിന്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. ഞാനിത് കുറച്ചും കൂടെ എന്നെ വിവരിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ പറഞ്ഞ 125R എന്താന്നുള്ളതും ഒക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയും. അതിന്റെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ആ കൊടുത്തിരിക്കുന്ന എന്താ നിങ്ങൾ അറിയണത് എന്താ സംഭവം എന്നുള്ളത് എഴുതി വെച്ചേക്കുന്നത്. എല്ലാ വണ്ടിക്കൊന്നുമില്ല കേട്ടോ. ഈ 125R എന്നുള്ള ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഈ വീതിയുള്ള ടയറ്, അതുപോലെ പിക്കപ്പുള്ള ടയറ്, അതുപോലെ തന്നെ റോഡിൽ സ്കിഡ് ചെയ്യാതെ നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് 125. 125 എന്നുള്ള തൊട്ടുപുറകെ പറയും. 6 എന്നുള്ളത് അതാണ് കേട്ടോ. 125 തൊട്ടുപുറകെ ഇരിക്കുന്ന 6 എന്നുള്ളത് വീതിയുള്ള ടയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിലുള്ള വണ്ടികൾക്കാണ് ഈ 6 എന്ന് എഴുതുന്നത്. ബാക്കിലെ ടയറിന് നല്ല വീതിയായിരിക്കും, നല്ല ഗ്രിപ്പായിരിക്കും. ഏത് വളവിലൊക്കെ ചരിച്ചെടുത്തുകൊണ്ട് പോകാം. അത് നല്ല പിക്കപ്പ്, നല്ല പുള്ളിങ് കൊടുക്കാൻ സഹായിക്കുക ടയർ എന്നുള്ളതിനാണ് ഈ 6. ഇതിന്റെ ലുക്ക് നോക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കാർബൺ പേപ്പറാണ് ഈ ഹോണ്ട ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ അടുത്ത് പോലും വരത്തില്ല. കണ്ടാണോ വണ്ടി? ഇതിനെ കണ്ട കൊണ്ടാക്കി ഇറക്കിയത്. പക്ഷെ ബാക്കൊക്കെ ചുരുട്ടി കെട്ടിയിരിക്കുക ആ വണ്ടിയുടെ. ഇതൊക്കെ ബാക്കൊക്കെ നന്നായിട്ടൊരു പക്ഷിയുടെ വാല് പോലെയാണ് ഇരിക്കുന്നത്. ഇനി എത്ര പഴക്കം ചെന്നാലും ശരി, ഈ മോഡല് ഇനി അവർക്ക് ഇറക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ എങ്ങനെ ഇറക്കിയാലും ഇത് നല്ല കിടു തന്നെയാണ് കേട്ടോ. ഇതിന്റെ നെഗറ്റീവ്സ് ആയിട്ട് ചില കാര്യങ്ങൾ ഉണ്ട്. അത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ പറയും. തൽക്കാലം ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഈ സ്പ്രിന്റ് എന്താണ്, സ്പ്രിന്റ് EBT എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പ്രിന്റ് എന്ന് എഴുതിയേക്കുന്നത് ഈ S എന്നുള്ളത് സ്മൂത്ത്, അതിൽ P എന്നുള്ളത് പവർ, R എന്നുള്ള റെസ്പോൺസ്, ആൻഡ് INT എന്ന് ഇൻസ്റ്റാൻഡ് ആൻഡ് ടോർക്ക്. EBT എന്നാണ് പറയാൻ പോണത്. EBT എന്നുള്ള എൻഹാൻസ്ഡ് ബാലൻസ്ഡ് ടെക്നോളജി എന്നാണ്. 125cc R എന്താന്ന്, ഈ R എന്താന്ന് നമ്മൾ പറഞ്ഞു. 125cc എന്നുള്ളത് ഈ 125 ക്യൂബിക് സെന്റിമീറ്റർ വായുവും ഇന്ധന മിശ്രവും ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ 160 ആകുമ്പോൾ കുറെ കൂടെ പിക്കപ്പ്, നല്ല പുള്ളിങ് ഉണ്ടായിരിക്കും. പക്ഷെ പിക്കപ്പ് കൂടുന്നതനുസരിച്ച് 160cc കൂടുന്നതനുസരിച്ച് മൈലേജും കുറയും. അപ്പൊ അത്യാവശ്യം മൈലേജോട് കൂടി കുറഞ്ഞ വിലയിൽ വലിയ വണ്ടി നമുക്ക് കുറെ കൂടെ നല്ലത് തന്നെയാണ്. ഈ വണ്ടിയുടെ വിശേഷം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.